ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാമതായി അമിതവണ്ണം, രണ്ടാമത് ഭക്ഷണത്തിലുള്ള ക്രമക്കേടുകൾ, അത് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് കൂടുതലായി കഴിക്കുക, കൂടാതെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും മധുര പലഹാരങ്ങളൊക്കെ അമിതമായി ഭക്ഷിക്കുക. മൂന്നാമത് വ്യായാമം ഇല്ലായ്മ, ശരിയായ ചിട്ടയായ വ്യായാമങ്ങൾ ഇല്ലാത്തതും ഡയബറ്റീസിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. നാലാമത് 45 വയസ്സിന് മുകളിലുള്ള എല്ലാവരും റിസ്ക് ഫാക്ടറിൽ പെടുന്നതാണ്, ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാരിലും ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില എൻഡോക്രൈനൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കുഷ്യൻ സിൻഡ്രോം പോലുള്ള രോഗങ്ങളുള്ളവരിലും ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ജനിതക വൈകല്യങ്ങളുള്ള അങ്ങനത്തെ കുട്ടികളിലും ഡയബറ്റീസ് വരാനുള്ള സാധ്യത അധികമാണ്. ചില പ്രത്യേക റേസസ് ആൻഡ് പോപ്പുലേഷനിലുള്ളവരിൽ, എക്സാമ്പിൾ ഒരു ഏഷ്യൻ പോപ്പുലേഷൻസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡയബറ്റീസ് വരാനുള്ള സാധ്യത അവരുടെ ജനറ്റിക്കലി ഉണ്ട്. അങ്ങനെയും ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഡയബറ്റീസ് വരാൻ.